ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ ഒരു ഭീഷണിയെ പറ്റി പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നിൽ ആരുടെ കൊട്ടേഷനാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ബോധ്യപ്പെടാത്തവരുണ്ടെങ്കിൽ ഇന്നലത്തെ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് നോക്കുക. ഇന്നലത്തെ വീഡിയോയിൽ വന്ന ചില കമൻറ്റുകൾക്ക് മറുപടി അനിവാര്യമാണെന്ന് തോന്നി. സോഷ്യൽ മീഡിയയിൽ ആർക്കും ആരെയും വേണമെങ്കിലും കണ്ടൻ്റ് ആക്കാം. അങ്ങനെ ആക്കാതിരിക്കണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് സ്വന്തം കാര്യങ്ങൾ പറയാതിരിക്കുക. അപ്പം ഞാൻ കുറേ കമൻറ്റുകൾ എഴുതി വെച്ചിട്ടുണ്ട്. വേറെ ഫോണില്ലാത്തതുകൊണ്ട് ഞാനിത് നോക്കിയാണ് പറയുക. അപ്പം ചേച്ചിയോട് ചോദ്യം, ചേച്ചി ചെയ്യുന്ന ലൈവുകളും വീഡിയോസുകളും പിന്നെ ഷോർട്സും ഇതെല്ലാം പബ്ലിക്കിലല്ലേ ചേച്ചി ഇടുന്നത്, അതോ വേറെ വല്ലയിടത്തുമാണോ ചേച്ചി ഇടുന്നത്? ചേച്ചി ചോദ്യം ചോദിച്ചു, ഞാൻ എവിടെയാണ് പബ്ലിക്കിൽ വന്ന് പറയുന്നത്? നിങ്ങളുടെ മകളുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ആ കുട്ടിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നാണ് ഞാൻ ചോദിച്ചത്. ഇതുപോലെ പല ആളുകളും നിങ്ങളോട് ചോദിക്കും. ചാനൽ ഇല്ലാത്തവരുണ്ട്, അവരൊക്കെ നിങ്ങളോട് ചോദിക്കും. നിങ്ങളുടെ പല കാര്യങ്ങളും വന്നുകൊണ്ടേയിരിക്കുകയാണ് വെളിയിൽ. അത് ഓരോ ഉദാഹരണം നിങ്ങൾ തന്നെ ഇന്നലെ കാണിച്ചു തന്നു. പിന്നെ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് എഴുതി തന്നിട്ടൊന്നുമില്ലല്ലോ എന്നോട് ആജ്ഞാപിക്കാൻ നിങ്ങളെപ്പറ്റി കണ്ടൻറ്റ് ചെയ്ത് വീഡിയോ ഉണ്ടാക്കരുതെന്നൊക്കെ പറയാൻ. എനിക്ക് എൻ്റെ ചാനലിൽ 1000 സബൊന്നും ആയിട്ടില്ല. 325 സബ് ആയിട്ടുള്ളൂ. മോണിറ്റേഷൻ ആയിട്ടില്ല ചാനൽ. പിന്നെ എങ്ങനെയാണ് ചേച്ചി ഞാൻ ഇതിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കുന്നത്? ഞാൻ ആരുടെയും ഔദാര്യത്തിലല്ല ജീവിക്കുന്നത്. പിന്നെ ഞാൻ ആദ്യമായിട്ടൊരു വീഡിയോ ഇട്ടപ്പം അതിൻ്റെ പിറ്റേന്ന് നിങ്ങളാണ് വീഡിയോ ഇട്ട് അത് ക്യാഷ് ഉണ്ടാക്കിയത്. എന്നെ വെച്ച് നിങ്ങൾ ക്യാഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഈ യൂട്യൂബിൽ ചാനൽ ഉണ്ടാക്കിയിട്ട് 1 രൂപ തിന്നിട്ടില്ല. പിന്നെ പിങ്കി എന്ന് പറയുന്ന സ്ത്രീ അല്ലത് പിങ്കി തന്നെയാണ്. എൻ്റെ ഒറിജിനൽ പേര് പിങ്കി എന്ന് തന്നെയാണ്. പിന്നെ നിങ്ങളുടെ ഭീഷണി ഇങ്ങോട്ട് എൻ്റെ അടുത്ത് വേണ്ട. അത് കൈവച്ചിരുന്നാൽ മതി. നിങ്ങളുടെ അന്തങ്ങളോടും നിങ്ങൾ പറഞ്ഞേക്കുക. കേട്ടല്ലോ? എന്നോട് ഇങ്ങോട്ട് വന്ന് മനസ്സിലായോ എന്ന് ചോദിക്കേണ്ട കാര്യം ഇല്ല. പിന്നെ നിങ്ങൾ അങ്ങനെ ഒരു വീഡിയോ കണ്ടതുകൊണ്ടാണ് എല്ലാവരും കണ്ടതെന്നല്ലേ? അപ്പോൾ എന്നെ ഈ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ നിങ്ങൾ പറഞ്ഞത് കൊണ്ടാണോ? നിങ്ങൾ ആര്? യൂട്യൂബിൻ്റെ മഹാറാണിയോ? ഒരു വീഡിയോ ഇട്ടെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ടീമുകളും ചേർന്ന് എല്ലാ ലൈവുകളിലും പോയിട്ട് നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. കമൻറ്റുകൾ എഴുതിയിടുന്നത് നിങ്ങൾക്ക് മാത്രം ചാനൽ നിന്നാൽ മതിയോ? ഒരമ്മയും മോളും വന്നിരിക്കുന്നു. പിന്നെ വേറൊരാൾ കമൻ്റ് ഇട്ടിരിക്കുന്നു, പിന്നെ മരിച്ചു പോയാൽ ഇത്ര ഇല്ല ദുഃഖം, ആ ഒരു അച്ഛനില്ലാത്തതിൻ്റെ ദുഃഖം നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലെന്ന്. അതാണോ പറയേണ്ടത്? എൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഭർത്താവ് ഇനി അന്യ സ്ത്രീയുടെ കൂടെ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്ന കണ്ടാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവളാ. മരിച്ചു കഴിഞ്ഞത് ദുഃഖമില്ലേ? ഇനി വേറൊരു കമൻറ്റ് കൂടെ ഞാൻ വായിക്കാമേ. നിങ്ങളാരെ എന്നെ ചോദ്യം ചെയ്യാൻ? ഞാൻ നിങ്ങളെ ചോദ്യം ചെയ്യാൻ വന്നു? നിങ്ങൾ പബ്ലിക്കായിട്ട് വന്ന് പറയുന്ന കാര്യങ്ങൾ അതാണ് പറഞ്ഞത്. അതിനി ഞാനെന്നല്ല ആരും ചോദ്യം ചെയ്യും. ഇനി നിങ്ങളുടെ കണ്ടൻറ് എടുത്ത് എൻ്റെ ചാനൽ ഞാൻ പറയും. നിങ്ങൾ പബ്ലിക്കായിട്ട് വന്ന് കണ്ടൻറ് ഇടുന്നിടത്തോളം കാലം ഞങ്ങൾ ചെയ്യും. എന്നെ പോലുള്ളവർ റിയാക്ഷൻ ചെയ്യും. അത് ചെയ്യണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു റൈറ്റ്സും ഇല്ല. നാളെ ഇനി എന്നെ ആരെങ്കിലും കണ്ടൻ്റ് ആക്കിയാലും എനിക്ക് പറയാനും റൈറ്റ്സ് ഇല്ല അങ്ങനെ പറയാൻ. പിന്നെ മിണ്ടാതെ ഇരിക്കാൻ പറയാൻ നിൻ്റെ ചിലവിലാണോടി ഞാൻ കഴിയുന്നത്? നിൻ്റെ ചിലവിലാണോ എന്നോട് മിണ്ടാതിരിക്കാനും കുത്തിയിരിക്കാനും ഒക്കെ പറയുന്നത്? അത് നിൻ്റെ അവിടെ ഉള്ള ആളുമാരോട് പറഞ്ഞാൽ മതി, എന്നോട് പറയണ്ട. കേട്ടല്ലോ? ഇനി നിൻ്റെ വേറൊരു അന്തം പറഞ്ഞിട്ടുണ്ട്, എല്ലാം തികഞ്ഞവളെ റോഡിൽ തോർത്തിട്ടിരിക്കരുത്. എനിക്കതിൻ്റെ ഗതികേട് വന്നില്ലടാ. ആണാന്നോ പെണ്ണാന്നോ എനിക്കറിയില്ല. അതിൻ്റെ ഗതികേട് വന്നില്ല, ഇതുവരെ വന്നിട്ടില്ല. ദൈവം സഹായിച്ച് അന്തസ്സായിട്ട് തന്നെ ജോലി ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. ഇനി തോർത്ത് പിരിക്കേണ്ടി വരുമ്പോഴേ പറയാം, ഞാൻ തോർത്ത് പിരിക്കാൻ പോവുകയാണെന്ന് പറയാം. ഞാൻ ചാനലുണ്ടെങ്കിൽ പറയാം.
പിന്നെ അവളെ വിറ്റ് ആരെയാടാ വിറ്റത്? ഞാനൊരു വീഡിയോ ഇട്ടതിൻ്റെ പിറ്റേന്ന് എന്നെ വീട്ടിൽ ക്യാഷാക്കിയതാണ് അവരാണ്, അല്ലാതെ ഞാനല്ല. പിന്നെ സബിനും വ്യൂസും വേണമെങ്കിൽ അത് എനിക്കെത്ര കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇന്ന് ഞാൻ വന്നിട്ട് കുറച്ച് ദിവസമേ ഉള്ളൂ ചാനലും കൊണ്ട് വന്നിട്ട്. ഇതും കൊണ്ടല്ല ഞാൻ കഴിയുന്നത്. അത് അവരോട് പറഞ്ഞാൽ മതി. നീ ആർക്ക് വേണ്ടിയിട്ടാണോ മൂട് താങ്ങി പറഞ്ഞത് അവരോടങ്ങ് പറഞ്ഞാൽ മതി, എന്നോട് പറയണ്ട. ഇനി അടുത്തൊരു മൂട് താങ്ങി ശ്യാംചന്ദ്രൻ, നിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ ദുഃഖം പറഞ്ഞോടാ. കെട്ടിയൻ നേരത്തെ കെട്ടിയെടുത്തത് ഇനി മകൾ പിഴയ്ക്കും. എടാ, എൻ്റെ മക്കൾ അന്തസ്സായിട്ട് ജോലി ചെയ്താടാ ജീവിക്കുന്നത്, അല്ലാതെ ആരുടെ അടുത്ത് ഇറക്കാൻ പോയിട്ടില്ല, വ്യഭിചരിക്കാൻ പോയിട്ടില്ല. ഒക്കെ നീ താങ്ങിക്കൊടുക്കുന്നവളോട് പറഞ്ഞു കൊടുത്താൽ മതി. ഞാൻ എൻ്റെ മക്കളെ വിറ്റ് ജീവിച്ചിട്ടില്ല, നല്ല ഗതികേടും വന്നിട്ടില്ല. കേട്ടടാ മൂട് താങ്ങി ഫ്ലവർ മോന്. എല്ലാ കമൻറ്റ് കീഴി അവന് വന്നിട്ടുണ്ട്. അവനാണ് കഴപ്പ് മൊത്തം. അവളെ താങ്ങി നീ അവിടെ നിന്നാൽ മതി, ഇങ്ങോട്ട് താങ്ങാൻ വരണ്ട. കേട്ടല്ലോ? ഇനി അടുത്തൊരുത്തി, നിങ്ങൾക്ക് നാണമല്ലേ നിങ്ങളുടെ മകളുടെ ഒരുക്കം? നിന്നോടൊക്കെ വന്ന് എൻ്റെ മക്കളെ ഒരുങ്ങാൻ മേക്കപ്പിന് പൈസ തായോന്ന് ചോദിച്ചോ? അതോ ഇനി യൂട്യൂബ് ചാനലിൽ നിന്ന് എനിക്ക് പൈസ കിട്ടി തുടങ്ങിയോ? എടി, എൻ്റെ മക്കൾ അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കുകയാണ്. അവർക്കതിനുള്ള വരുമാനമുണ്ട്. മേക്കപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് മേടിക്കാനുള്ള വരുമാനം അവർക്കുണ്ട്. അവരെ അന്തസ്സായിട്ട് പഠിപ്പിച്ച് അവരെ ജോലിക്ക് പ്രാപ്തിയാക്കിയ ഒരമ്മയാണ് ഞാൻ. അല്ലാതെ എൻ്റെ മക്കളെ ഞാൻ കെട്ടി എഴുന്നള്ളിച്ച് ആനെ എഴുന്നള്ളിക്കുമ്പോൾ ഞാൻ നടക്കുന്നില്ല. അന്തസ്സായിട്ട് ഞാൻ പഠിപ്പിച്ച് അത്യാവശ്യം വിദ്യാഭ്യാസം കൊടുത്ത് അവർ സ്വന്തം കാലിൽ നിൽക്കുന്ന പ്രാപ്തിയാക്കി അവർ സ്വന്തം കാലിൽ തന്നെയാണ് നിൽക്കുന്നത്. നീ നിൻ്റെ കുടുംബത്തെ നിൻ്റെ മറ്റവരുടെയും കാര്യം നീ നോക്ക്. എൻ്റെ മക്കളുടെ കാര്യം പറയാൻ നീ ഇങ്ങോട്ട് വരണ്ട. ഇനി അതേപോലെ എൻ്റെ മക്കളെ ഞാൻ സോഷ്യൽ മീഡിയ കൊണ്ടുവന്നിട്ട് അപരാധിക്കാണെങ്കിൽ നീയൊക്കെ പറഞ്ഞു, ഞാൻ കേൾക്കാം. ഇനി ഒരു അമ്മു ശില്പ ലക്ഷ്മി, അതേടി ഞാൻ പുണ്യാളത്തിയാ, ഞാൻ പുണ്യാളത്തി തന്നെയാണ്. എൻ്റെ ഭർത്താവ് എന്നോട് ചോദിച്ചിട്ടില്ല നീ DNA ടെസ്റ്റ് കൊണ്ടുവന്ന് പറഞ്ഞിട്ടില്ല. എനിക്കൊരു ഭർത്താവേ ഉള്ളൂ. എന്നെ ആരും പറഞ്ഞിട്ടില്ല നീ വ്യഭിചരിച്ച് നടക്കുന്നുള്ളൊന്നും 10 ആണുങ്ങളുടെ പേരൊന്നും എന്നെ ചേർത്ത് പറഞ്ഞിട്ടില്ല. എൻ്റെ പേരിനോട് ഒരുത്തൻ്റെ പേരേ, ഒരാണിൻ്റെ പേരേ ഉള്ളൂ. എൻ്റെ മക്കൾക്കൊരു തന്തയേ ഉള്ളൂ. അപ്പം ഞാൻ പുണ്യാളത്തി തന്നെയാടി. പിന്നെ മിഠായി, പെണ്ണുങ്ങളുടെയും കൈക്കരുത്ത് നീ അറിയാനിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ആണുങ്ങളുടെ മാത്രമല്ല, പെണ്ണുങ്ങളുടെയും കൈക്കരുത്തിന് ബലം തന്നെ ഉണ്ട്. വന്ന് നോക്ക്, കൈക്കരുത്തുണ്ടോ ഇല്ലയോ എന്നറിയാം. പിന്നെ എന്നൊരുത്തി പറയുന്നുണ്ട്, സുബേദ, ഞാൻ തനിയതിനെ വെച്ച് ക്യാഷ് ഉണ്ടാക്കുന്നു. എവിടെ നിന്നാടി എനിക്ക് ക്യാഷ്? നീ തന്നായിരുന്നോ എനിക്ക് ക്യാഷ്? 325 സബും കൊണ്ടിരിക്കുന്ന ഞാൻ ക്യാഷ് ഉണ്ടാക്കി പോലും. പിന്നെ സിനിയോട് പറയാനുള്ളത്, എല്ലാവരുടെയും കുഞ്ഞിനെ ഓർത്ത് എനിക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്ന ഓരോ കാര്യങ്ങളാണ്. അതുകൊണ്ട് എടുത്ത് പറഞ്ഞു, കണ്ടൻ്റാക്കി പറഞ്ഞു, അത്രയേ ഉള്ളൂ. പിന്നെ എന്നെ ആരും ചുമതലപ്പെടുത്താൻ ഞാൻ ആരെയും കാലിൻ്റെ കീഴിൽ പോയിട്ടില്ല. ഞാൻ എൻ്റേതായ നിലപാടുണ്ട്. എനിക്ക് 2 മക്കളുണ്ട്. ഞങ്ങൾ അന്തസ്സായിട്ട് ജോലി ചെയ്ത് ഞങ്ങൾ ജീവിക്കുന്നു. പിന്നെ ലേഖാശങ്കരെ, എനിക്ക് സൗകര്യമില്ല കേട്ടോ. നിൻ്റെ ചോദ്യം വായിക്കുന്നില്ല, എനിക്ക് സൗകര്യമില്ല, മനസ്സിലായി കാണുമല്ലോ. പിന്നെ ഷീജ അജിയോട്, നിങ്ങളെ ഒന്നും പറയാൻ ഞാൻ വന്നില്ല. പിന്നെ നീ നിങ്ങളുടെ കാര്യം നോക്ക്. എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ വീഡിയോ ചെയ്യും, കണ്ടൻറ്റ് ഉണ്ടാക്കും. എനിക്ക് എൻ്റെ ചാനൽ, എൻ്റെ മൊബൈൽ, എൻ്റെ ക്യാഷ്, എനിക്ക് ഇഷ്ടമുള്ളത് പറയുകയും ചെയ്യും. പിന്നെ ഒരു സരള സ്ത്രീ തന്നെയാടി, ഒരമ്മയാടി. പിന്നെ എനിക്കൊരു പേരുണ്ടടി. ഒക്കെ നിൻ്റെ മറ്റവളന്മാരെ പോയി വിളിച്ചാൽ മതി, സ്ത്രീയെന്നും മറ്റേതെന്നും ഒക്കെ വിളിച്ചാൽ മതി. കേട്ടല്ലോ? പിന്നെ വിമലയോട്,
നിന്നെയൊന്നും എൻ്റെ യോഗ്യത തെളിയിക്കേണ്ട കാര്യമില്ല. നിന്നെ മറ്റവളുടെ യോഗ്യത എന്തായാലും പബ്ലിക്കിൽ നല്ലപോലെ യോഗ്യത തെളിഞ്ഞു വരുന്നുണ്ട്. എങ്കിലും അതിൻ്റെ ഒരു അംശം പോലും എനിക്ക് ആ യോഗ്യത വേണ്ടടി. എനിക്കല്ലാതുള്ളൊരു യോഗ്യതയുണ്ട്, അത് മതി കേട്ടോ. പിന്നെ ഞാൻ നിൻ്റെ ഒന്നും ചിലവിലല്ല കഴിയുന്നത്. നീയൊക്കെ എൻ്റെ വീഡിയോ കണ്ട് വ്യൂസും ആ യൂട്യൂബിൽ നിന്ന് വരുമാനം കൊണ്ടും ഒന്നുമല്ല ജീവിക്കുന്നത്, കേട്ടല്ലോ. പിന്നെ അടുത്തൊരു വിമലയുടെ ഒന്ന് പോടി, അടുത്ത അവതാരം ആന്നിടി. അവതാരമോ, നിനക്കെന്താ വല്ല കുഴപ്പമുണ്ടോ? എനിക്ക് വേറെ പണിയില്ല, നീ എനിക്ക് പണി തരുമോ? ആർക്ക് വേണ്ടി കളിക്കുന്നത്? എനിക്കാർക്കും വേണ്ടി കളിക്കാൻ നേരമില്ല, എൻ്റെ ആവശ്യവും ഇല്ല. നീയൊക്കെ അല്ലേ വല്ലവർക്കും വേണ്ടിയിട്ട് കിടന്ന് കളിക്കുന്നത്. അങ്ങോട്ട് പോയി അവരാധിക്കും, ഇങ്ങോട്ട് അവരാധിക്കാൻ വരണ്ട. പിന്നെ പറഞ്ഞു അവർ കോഴിക്കോടും മറ്റു സ്ഥലത്തും പോവും, ഞാനെന്താ പോകണ്ടെന്ന് പറഞ്ഞു. എൻ്റെ തലക്കൂടെ വണ്ടി ഓടുന്നവർ പോകണ്ടെന്ന് പറഞ്ഞു. ഞാനിത്രേ പറഞ്ഞുള്ളൂ. തലേന്ന് എണീറ്റ് നിൽക്കാൻ വയ്യാന്ന് പറയും, പിറ്റേന്ന് അവർ വേറൊരു സ്ഥലത്ത് നിൽക്കുന്നതെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ഞാൻ ഇവിടെ ഏത് സ്ഥലത്ത് പോകണമെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ തലക്കൂടെ വണ്ടി ഓടുന്നു. കമൻറ്റ് ഇടുന്നൊന്നും ആലോചിച്ച് കമൻറ്റ് ഇട്. അങ്ങനെ ലക്ഷ്മി, സമൂഹത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? ഭാടി ലക്ഷ്മി, ഇങ്ങോട്ട് നിന്നെ ഞാൻ കാണിച്ചു തരാം ഞാൻ എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത്. നീ നാളെ ഒന്ന് വരാമോ? ഞാൻ കാണിച്ചു തരാം. പിന്നെ അടുത്ത ശ്യാംചന്ദ്രൻ, എടാ മൂട് താങ്ങി, മുമ്പേ നിൻ്റെ ഒരു കമൻറ്റ് ഞാൻ വായിച്ചു. എനിക്ക് കുരുവാടാ, അതിന് നിനക്കെന്ത് തരണം? നിനക്ക് നിൻ്റെ അവക്കും എന്താ തരണം? നീ അവിടെ കുരു ചെന്ന് നോക്ക്, എൻ്റെ കുരു നോക്കാൻ നിൽക്കണ്ട. എനിക്കാവുന്നുണ്ട് എൻ്റെ കുരു ചികിത്സിക്കാൻ, കേട്ടല്ലോ. പിന്നെ ഞാൻ എൻ്റെ മക്കളെ കളഞ്ഞിട്ടില്ല. നീയൊക്കെ അങ്ങനെയുള്ള അപരാധി വേശ്യപ്പെണ്ണുങ്ങളെ കണ്ടിട്ടുള്ളൂ, നല്ല സ്ത്രീകളെ നീ കണ്ടിട്ടില്ല. നിൻ്റെ വീട്ടിലുള്ളവളും, നീ ആണാണെന്നുണ്ടെങ്കിൽ നിൻ്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളും അത് തന്നെ ആയിരിക്കും. അല്ലാതെ നീ നല്ല പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല. അതാ നിനക്ക് ഈ ചൊറിച്ചിൽ വരുന്നത്. പിന്നെ എൻ്റെ സ്വഭാവം കൊണ്ട് എൻ്റെ കെട്ടിയവൻ കെട്ടിയെടുത്തന്നല്ലേ? എടാ 2020-21 കാലഘട്ടം ലോക്ക്ഡൗൺ ആണ്. എന്തോരം ജനങ്ങളാടാ മരിച്ചത്, എന്തോരം ആളുകളാടാ മരിച്ചത്. അതൊക്കെ അവരുടെയൊക്കെ പെണ്ണുങ്ങളുടെ ദോഷം കൊണ്ടാണോ? ഇനി പെണ്ണുങ്ങൾ മരിച്ച ആണുങ്ങളുടെ ദോഷം കൊണ്ടാണോ? നിനക്ക് കൊറോണ വരാഞ്ഞത് ഭാഗ്യം, കൊറോണ കൊണ്ടുപോകുന്നത് ഭാഗ്യം. പിന്നെ എൻ്റെ മക്കൾ പിഴയ്ക്കുമെന്ന് ഇത്രയും നാളും എൻ്റെ മക്കൾ പിഴച്ചില്ല. അന്തസ്സായിട്ട് ജോലി ചെയ്താടാ ജീവിക്കേണ്ട, പിഴച്ച് ജീവിക്കേണ്ട ഗതികേട് എൻ്റെ മക്കൾക്ക് വന്നിട്ടില്ല. നിൻ്റെ അവക്കും ഒക്കെ വന്നിട്ടുണ്ടാവാം, അവളൊക്കെ അങ്ങനെയാണെന്ന് ഇപ്പോൾ പറയുന്നു പബ്ലിക്കിൽ, എനിക്കറിയില്ല. ആ ഗതികേട് എന്തായാലും എൻ്റെ മക്കൾക്ക് ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയും ഇല്ല. നിൻ്റെ അവളോട് എന്ന് പറഞ്ഞാൽ മതി, ഇതൊക്കെ എന്നോട് പറയണ്ട. പിന്നെ അവൻ വേറെ കുറേ വൃത്തികെട്ട കമൻറ്റുകൾ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും ഇവിടെ വായിക്കാൻ പറ്റില്ല. പിന്നെ ഒരു സുമിത്ര വന്നിട്ടുണ്ട്, റീച്ചിന് വേണ്ടി നിങ്ങൾക്ക് ആരാണ്ട് കനത്തിൽ നിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ട് തന്നിട്ടുണ്ടോ? നിൻ്റെ അച്ഛൻ കൊണ്ട് തന്നിട്ടുണ്ടോ എനിക്ക് കനത്തിൽ തരാൻ? പിന്നെ ഇത് വീഡിയോ ഒരുപാട് ഇതാവുന്നുണ്ട്. അപ്പം ഞാൻ ബാക്കി നാളെ അടുത്ത വീഡിയോയിൽ പറയാം. ഇപ്പം ഇത്രയും പറഞ്ഞ് നിർത്തുവാണേ. അപ്പോൾ എല്ലാവരും സബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ലവള് പറഞ്ഞിട്ട് ആരും എന്നെ സപ്പോർട്ട് ചെയ്യണ്ട, അല്ലാതെ എന്നെ സ്നേഹിക്കുന്നവർ സപ്പോർട്ട് ചെയ്താൽ മതിയേ.